ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ എണ്ണക്കപ്പൽ പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം സംബന്ധിച്ച് വിചിത്രവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് താനും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖാംനെയും ചേർന്ന് നിയന്ത്രിക്കുമെന്നാണ് ട്രംപിന്റെ പുതിയ വാദം. ഹോർമുസ് വീണ്ടും തുറന്നാൽ അതിന്റെ നിയന്ത്രണം ആർക്കായിരിക്കുമെന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരുപക്ഷെ ഞാനും ആയത്തുള്ളയും ചേർന്ന് അത് നിയന്ത്രിക്കുമെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. പശ്ചിമേഷ്യയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിനായി ഇറാനുമായി ചർച്ചകൾ നടക്കുന്നുവെന്ന തന്റെ മുൻപത്തെ അവകാശവാദങ്ങൾക്ക് പിന്നാലെയാണ് ട്രംപിന്റെ പുതിയ പരാമർശം. ഹോർമുസ് കടലിടുക്ക് വഴി ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്നതിനാൽ അതിന്റെ നിയന്ത്രണം അമേരിക്കയും ഇറാനും ഒരുപോലെ പ്രാധാന്യമുള്ളതാണ്. ശത്രുക്കൾക്കിടയിലും ഒരു ഷെയർഡ് കൺട്രോൾ എന്ന സാധ്യത ട്രംപ് മുന്നോട്ട് വെക്കുന്നത് ഇറാന് നൽകുന്ന ഒരു നയതന്ത്ര സൂചനയും വിലയിരുത്തപ്പെടുന്നു. ഇറാനും ഒമാനും ഇടയിലുള്ള ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടുമെന്ന് തെഹ്റാൻ നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. ഇത് ആഗോള എണ്ണ വിപണിയെയും ലോക സാമ്പത്തിക വ്യവസ്ഥയെയും തകിടം മറിക്കുമെന്ന ആശങ്ക നിലനിൽക്കെയാണ് ട്രംപിന്റെ പ്രതികരണം. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാന്റെ നീക്കങ്ങളെ സശ്രദ്ധം വീക്ഷിക്കുമ്പോൾ ട്രംപിന്റെ പ്രസ്താവന പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ എന്ത് മാറ്റം വരുത്തുമെന്ന് വ്യക്തമല്ല. പ്രസ്താവനകളോട് ഇറാൻ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. എങ്കിലും അമേരിക്കയുമായി യാതൊരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന മുൻപത്തെ നിലപാട് തെഹ്റാൻ ആവർത്തിക്കുന്നതാണ് സാധ്യത. ട്രംപിന്റെ ഈ നിയന്ത്രണം പങ്കിടൽ നിർദ്ദേശത്തെ എങ്ങനെ കാണുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. ട്രംപിന്റെ വാക്കുകൾ വെറും വാചക കസർത്ത് മാത്രമാണോ, അതോ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷം ഒഴിവാക്കാൻ അമേരിക്ക നടത്തുന്ന പുതിയൊരു തന്ത്രമാണോ എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ടൈംസ് ഓഫ് ഇസ്രായേൽ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ട്രംപിന്റെ അപ്രതീക്ഷിത നീക്കത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്.